സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാധികയാണെങ്കിൽ അവിടുത്തെ പൂജയെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി തുളസിത്തിരിയെല്ലാം നട്ടതിനു ശേഷം അതെല്ലാം കണ്ട് തിരുമേനി എല്ലാവരോടും പറയണേ, പൂജയെല്ലാം ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ട് ചന്ദ്രശേഖര. കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ എല്ലാ ഐശ്വര്യങ്ങളും ഇനി തിരിച്ചെത്തും. ദേവി അത്രയ്ക്ക് വലിയ രീതിയിൽ തന്നെ പ്രസാദിച്ചിട്ടുണ്ട്. അതിൻ്റെ സൂചനയാണ് ഈ കാണുന്നതെല്ലാം. ഈ സമയം രാധിക ചന്ദ്രശേഖരനെ നോക്കിക്കൊണ്ട് പറയണേ, ചെറിയച്ച, എന്നാൽ പിന്നെ എന്നെ ഇവിടേക്ക് എത്തിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? എന്നെയും വരുണ്യം നിങ്ങളിവിടെ നിന്ന് ഇറക്കി വിട്ട സമയം ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. ആര് മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും കണിമംഗലത്തേക്കിന് തിരിച്ചു വരരുതെന്ന്. എന്നാൽ കണിമംഗലത്തിൻ്റെ ഐശ്വര്യം ഇപ്പം നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ആളെ വിട്ട് തിരികെ വിളിപ്പിക്കേണ്ടി വന്നു അല്ലേ? എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാതിരിക്കായിരുന്നു. അതിന് എന്നാരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ ഇറക്കി വിട്ടതല്ലേ? പക്ഷേ എന്നിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. കണിമംഗലം വരടിൻ്റെ ഭാര്യയായിട്ട് ഞാൻ കയറി വന്ന എൻ്റെ വീടാണ് കണിമംഗലം. അങ്ങനെയുള്ള എൻ്റെ കുടുംബത്തിന് ഞാൻ കാരണം ഒരു ദോഷം വരാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, ഇവിടെ താമസിക്കുന്നത് എൻ്റെ വരടിൻ്റെ അച്ഛനും അമ്മയുമാണ്. എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചവർ. അങ്ങനെയുള്ള അവർ താമസിക്കുന്ന ഈ കുടുംബത്തിൽ ഒരു ദോഷം വരാൻ പാടില്ല. അവർക്ക് എൻ്റെ മനസ്സിൽ അത്രയും വലിയ സ്ഥാനമുണ്ട്. അവരെക്കുറിച്ച് ഓർത്തിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിൽ കുറിച്ചിട്ടോളണം. അന്നിവിടെ നിന്ന് വരണിൻ്റെ ഒപ്പം ഞാൻ പടിയിറങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. സത്യങ്ങളെ അധിക നാളാർക്കും മറച്ചു വെക്കാൻ പറ്റില്ല. സത്യം പറയുന്നതുണ്ടെങ്കിൽ അതൊരു നാൾ പുറത്ത് വന്നിരിക്കും. അന്നേരം നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നതെല്ലാം യഥാർത്ഥ അവകാശികളുടെ കൈകളിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യും. അതിൻ്റെ ഒരു സൂചനയായിട്ട് കണ്ടാൽ മതി ഈ പൂജയും അതിനുവേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതും. തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ എന്താണെങ്കിലും കിട്ടിയിരിക്കും. കാലം കാത്തുവെച്ച നീതി അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഈ സമയം പൂജാരി ചോദിക്കണേ, ചന്ദ്രശേഖർ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണോ? സത്യമാണെന്നുണ്ടെങ്കിൽ അവസാനം ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ നടക്കും. സത്യത്തിൻ്റെ കൂടെ മാത്രമേ അവസാന വിജയം ഉണ്ടാകുള്ളൂ. അങ്ങനെ തിരുമേനിയും കൂടി രാധികയ്ക്ക് അനുകൂലമായിട്ട് പറയുന്നതോടെ സാറക്കും ചന്ദ്രശേഖരനും ഒക്കെ അതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവരാണെങ്കിൽ രാധികയുടെയും ജയഭാരതി അമ്മയുടെയൊക്കെ മുന്നിൽ ആകെ നാണം കെട്ട പോലെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെ ദേഷ്യത്തോടിരിക്കുന്ന ചന്ദ്രശേഖരനെയാണ്. അങ്ങനെ ചന്ദ്രശേഖരൻ ഓരോ കാര്യങ്ങളും ആലോചിച്ചിരിക്കുമായിരിക്കും. ഈ സമയം സാറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്രു, എന്നാലും ഇത് വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. അവൾ വന്ന് അവസാന നിമിഷം ഇങ്ങനെയൊക്കെ സ്കോർ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ പൂജാരി പറഞ്ഞപ്പോൾ തന്നെ ഈ പൂജയുടെ കാര്യം നമുക്കങ്ങ് ഡ്രോപ്പ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ അവളെ ഇങ്ങോട്ട് നമ്മളായിട്ട് തന്നെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അവസാനം പോകാൻ നേരത്ത് അവളുടെ ഡയലോഗ് കേട്ടില്ലേ, ചതിച്ച് നേടിയെടുത്തൊന്നും നിലനിൽക്കില്ല എന്നല്ലേ അവളാ പറഞ്ഞതിനർത്ഥം. നമുക്കിതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. ഇതിലും വലിയൊരു അപമാനം ഇനി വരാനുണ്ടോ ചന്ദ്രു? അന്നേരം ചന്ദ്രശേഖർ പറയണേ, അവളുടെ വെല്ലുവിളിയൊന്നും സാറ കാര്യമൊക്കെ നിൽക്കേണ്ട. അവളല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 4-5 പേർക്കുള്ള പൊതിച്ചോറും ഉണ്ടാക്കി കൊടുത്ത് നടക്കും. നമ്മൾ എങ്ങനെയാണ് നമ്മളെ വെല്ലുവിളിക്കുന്നത്? അന്നേരം സാറ പറയുന്നുണ്ട്, ചന്ദ്രശേഖർ, അവളെ എങ്ങനെ നിസ്സാരക്കാരിയായിട്ട് കാണണ്ട. അവൾക്ക് അസാമാന്യമായ മനക്കരുത്തുണ്ട്. മാത്രമല്ല, എന്തിനും ഏതിനും അവൾക്ക് കൂടെ നിൽക്കാൻ ഒരു കുടുംബമുണ്ട്. അവളെ എന്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് അവൾക്കൊരു ഭർത്താവുണ്ട്. അവൾ ഇപ്പോൾ ചെറിയ രീതിയിലായിരിക്കും ബിസിനസ് നടത്തുന്നത്. പക്ഷേ ചന്ദ്രുവിനറിയില്ലേ, വലിയ കോടീശ്വരന്മാരായിട്ടും ഒരു ആഹാരത്തിൻ്റെ ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് അവർ ഉദ്ദേശിച്ച രീതിയിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ എത്ര പൈസ ചിലവാക്കിയിട്ടും എന്ത് കാര്യം? എന്നാൽ ഇവൾ ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ ആറ്റുവേശ്ശേരി സദ്യ എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡാക്കി മാറ്റിയില്ലേ? 4 പേർക്ക് അറിയില്ലേ അത്? അവർ ആറ്റുവേശ്ശേരി സദ്യ ഇഷ്ടപ്പെടുന്നവരായില്ലേ? അങ്ങനെ പതിയെ പതിയെ ഇവൾ നമ്മളെക്കാൾ മുകളിലെത്തും. കണിമംഗലത്തിന് മുകളിൽ ഇവളുടെ ബിസിനസ് വളർന്നാലോ പിന്നെ നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്നവരെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിസ്സാരമായിട്ട് കരുതരുത് ചന്ദ്രു. അങ്ങനെ കരുതി കഴിഞ്ഞാൽ അവസാനം തോൽവി സംഭവിക്കുന്നത് നമുക്കായിരിക്കും. നമ്മുടെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യവും നമ്മൾ വ്യക്തമായിട്ട് നിരീക്ഷിക്കണം. നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം തോൽവി ഉണ്ടാകാൻ പോകുന്നത് നമുക്കായിരിക്കും. സാറയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും ചന്ദ്രശേഖരനും അതെല്ലാം ശരിയാണെന്ന് തോന്നുന്നേ. ചന്ദ്രശേഖരൻ പറയണേ, സാറ പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചത്. എന്താണെങ്കിലും അവളെ അങ്ങനെ വളരാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവളുടെ ആറ്റുവേശ്ശേരി സദ്യ അതെങ്ങനെ പൂട്ടിക്കണം എന്നൊക്കെ എനിക്കറിയാം. തൽക്കാലം എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ആ മെൻ്റൽ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാനുണ്ട്. ശ്യാമയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. ആദ്യം അവിടെ പോയി അതിനൊരു തീരുമാനം ഉണ്ടാകാം, എന്നിട്ടാകാം ആറ്റുവേശ്ശേരി സദ്യ. അങ്ങനെ പറഞ്ഞിരിക്കുവാണ് കേട്ടോ ചന്ദ്രശേഖർ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവേശ്ശേരിയാണ്. വരൺ അവിടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം രാധിക വരനുള്ള ചായയുമായിട്ട് അരികിലെത്തുവാണ്. ഈ സമയം വരൺ പറയണേ, എടോ താനേ
ഇന്ന് കടമംഗലത്തേക്ക് പൂജ ചെയ്യാൻ പോകാൻ എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് പൊക്കോളാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ? എന്ത് തന്നെയാണെങ്കിലും അമ്മയും അച്ഛനും അവിടെയാണ് ഉള്ളത്. അവർ താമസിക്കുന്ന ആ വീട്ടിൽ അത്രയും നാൾ തങ്ങളുടെ സ്വന്തം പോലെ കണ്ട വീട്ടിൽ എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ അത് അമ്മക്കും അച്ഛനും ഒട്ട് സഹിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ഉദ്ദേശിച്ചല്ലേ താനും അവിടെ പോയത്. അന്നേരം രാധിക പറയുന്നുണ്ട്, അത് മാത്രമായിരുന്നില്ല എൻ്റെ മനസ്സിൽ. കുറേ നാൾ അവിടെ വിദേശത്തും മറ്റുമൊക്കെ താമസിച്ച് നാട്ടിൽ വന്ന് നിൽക്കാൻ പോലും മടിയായ ഒരു മകനുണ്ടായിരുന്നല്ലോ ഈ അമ്മക്കും അച്ഛനും. ആ മകൻ പിന്നീട് ഒരു നാൾ നാട്ടിൽ വരികയും പിന്നീട് ഒരു വലിയ തീരുമാനം എടുക്കുകയും ചെയ്തില്ലേ, ഇനി ഈ നാടും കണിമംഗലവും അച്ഛനും അമ്മയൊക്കെ വിട്ട് ഒരിക്കലും വിദേശത്തേക്ക് തിരിച്ചു പോകില്ലെന്നും. ഇപ്പോൾ കണിമംഗലം വേണോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ നെഞ്ചിത്തൊട്ട് പറയുന്നത് കണിമംഗലം മതിയെന്നല്ലേ. അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു ദിവസം എല്ലാം നേടി ഈ അലച്ചിലിനൊടുവിലെ കണിമംഗലം തിരിച്ചു പിടിക്കാൻ ചെല്ലുമ്പോൾ ആ കണിമംഗലം കുടുംബത്തിന് ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ലല്ലോ. സകല ഐശ്വര്യങ്ങളോടും കൂടി അതവിടെ തിരികെ ഉണ്ടാവണ്ടേ. അതും കൂടി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അന്നേരം പറയണേ അപ്പം തനിക്ക് വാചകോടി മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടല്ലേ. വെറുതെ അല്ല, അമ്മക്കും മുത്തശ്ശിക്കുമൊക്കെ ഇത്രയും ധൈര്യം താനെൻ്റെ കൂടെ ഉണ്ടല്ലോ. ആ ഒരു ധൈര്യത്തിൽ അവരെല്ലാവരും. പിന്നെ എന്നാര് പറഞ്ഞു? അന്നേരം പറയണേ അതിനിപ്പോൾ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഞാനന്ന് മുഖം വാടി തളർന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെ അരികെ വന്ന് എന്തെന്നാ പറയുന്നതെന്നറിയോ? നിന്നെ ഒന്ന് ഉഷാറാക്കാൻ രാധിക മോളുടെ 2 മിനിറ്റുള്ള ഉപദേശം മാത്രം മതിയെന്ന്. എത്ര നിരാശയിൽ ഞാനിരുന്നാലും 2 മിനിറ്റ് കൊണ്ട് താൻ എന്നെ ഫുൾ എനർജറ്റിക് ആക്കില്ലേ. താനുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തന്നെയും ചേർത്ത് പിടിച്ച് എനിക്ക് നേരിടാൻ പറ്റും. ആ ഉറപ്പ് അച്ഛനും അമ്മക്കും മുത്തശ്ശിക്കൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചെറുക്കൻ സേഫാണെന്ന് കരുതുന്നത്. ഓ അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നും പറഞ്ഞ് രാധികം വരണം ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ റൂമിൽ കിടന്ന് നല്ല മയക്കത്തിലായിരിക്കും ശ്യാമ അമൃതം. ഈ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ചന്ദ്രശേഖരൻ എത്തുന്നത്. അങ്ങനെ ചന്ദ്രശേഖരനും ഡോക്ടറും കൂടി ഒന്നിച്ച് ശ്യാമയുടെ അമൃതയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ മയങ്ങിക്കിടക്കുന്ന ശ്യാമയും അമൃതയും നോക്കിക്കൊണ്ട് ചന്ദ്രശേഖരൻ ചിരിച്ചുകൊണ്ട് ഡോക്ടറിനോട് തൻ്റെ പ്ലാനുകളെക്കുറിച്ച് പറയുവാം. നമ്മൾ ശ്യാമയെ ഒത്തിരി അധികം കഷ്ടപ്പെട്ട് ഒളിപ്പിക്കുകയും ഇവിടം വരെ എത്തിക്കുകയും ചെയ്തു. എന്നിട്ടും ആ രാധികയും വരണം ഇവിടെയും എത്തിയില്ല അന്വേഷണവുമായിട്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും പറയും രാധികയ്ക്കുള്ള ദൈവാനുഗ്രഹത്തെപ്പറ്റി. അത് പലപ്പോഴും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അതിലൊക്കെ കാര്യമുണ്ടെന്ന് ഇപ്പോഴും തോന്നുവാണ്. അല്ലെങ്കിൽ അവളുടെ കണ്ണുപോലും എത്താത്ത ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നെത്തിച്ചിട്ടും അവൾക്ക് ഇവിടേക്കും വരാനായിട്ടൊരു കണക്ഷൻ തുറന്നു കൊടുത്തില്ലേ. അന്നേരം ഡോക്ടർ പറയണേ, അതെ ആ പയ്യനുണ്ടല്ലോ വിച്ചു, അവനായിരുന്നു അവളെ ഇവിടെ എത്തിച്ച കണക്ഷൻ. ACP വന്ന് അന്വേഷണം നടത്തിയെങ്കിലും ശ്യാമയുടെ നിന്ന് കണ്ടെത്താനായില്ല എന്നുള്ള കാര്യം നേരാ. പക്ഷേ എന്ന് കരുതി അവരവരുടെ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഏത് രീതിയിലാണ് അവരിപ്പോൾ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇവരിനി ഇവിടെ തുടർന്നു പോകുന്നത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതെ അതെന്താണെങ്കിലും റിസ്ക്കാണ്. ഇനി എന്താണെങ്കിലും അത്തരം റിസ്ക് എടുക്കണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ശ്യാമയും അമൃതയും ഇനി ഈ ഭൂമിയിൽ വേണ്ട. ശ്യാമയുടെ കഥ ഇന്നത്തോടെ തീർക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ സമയം അമൃത ചെറുതായിട്ട് മയക്കത്തിൽ നിന്ന് എഴുന്നേക്കുവാണ് കേട്ടോ. പെട്ടെന്ന് കണ്ണു തുറക്കുന്ന അമൃതയാണെങ്കിൽ ചന്ദ്രശേഖരനും ഡോക്ടറും കൂടി സംസാരിക്കുന്നതും അവരുടെ സംസാരമെല്ലാം വ്യക്തമായി കേൾക്കുന്നുണ്ട്. അവർ മയക്കത്തിലാണെന്ന് കരുതി അവരുടെ റൂമിൽ നിന്ന് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എന്താണെങ്കിലും ഇന്ന് രാത്രി തന്നെ തീരുമാനം ഉണ്ടാക്കണം. ബെഞ്ചമിനോടും അവൻ്റെ ആളുകളോടും ഞാൻ ഇന്ന് രാത്രി 10 മണിക്ക് ഇവിടെ എത്താൻ പറയാം. അവർ വന്ന് ഇവിടെ നിന്ന് ഇവരെ കൊണ്ടുപോയിക്കോളും. എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കളഞ്ഞോളും. നാളത്തെ ദിവസം ശ്യാമയുടെയും അമൃതയുടെയും ബോഡിയൊക്കെ എവിടെന്നെങ്കിലും കിട്ടിയെന്നുള്ള വാർത്തയായിരിക്കും വരാൻ പോകുന്നത്. പ്രശസ്ത ഗായിക ശ്യാമയുടെ മരണ വാർത്തയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പത്രങ്ങളിലെ ഹെഡ്ലൈൻ. അല്ല ഡോക്ടറെ, 10 മണി വരെ ഇവരുടെ ഉറക്കം ഇതുപോലെ തന്നെ നിൽക്കുമോ? പിന്നല്ലാതെ ഹെവി ഡോസാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും നേരമൊക്കെ നിൽക്കും. എന്നാലും റിസ്ക് എടുക്കണ്ട, നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ നേരം ഒരു ഇഞ്ചക്ഷനും കൂടി കൊടുക്കാം. അങ്ങനെ പറഞ്ഞ ഡോക്ടറും ചന്ദ്രശേഖരനും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അമൃതയാണെങ്കിൽ കട്ടിൽ നിന്നും വേഗം തന്നെ എഴുന്നേറ്റ് ശ്യാമയുടെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ശ്യാമേനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കണേ. ശ്യാമേ കണ്ണു തുറക്ക്, എഴുന്നേക്ക് ശ്യാമേ. പലതവണ വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമ എഴുന്നേക്കുന്നില്ല കേട്ടോ. അങ്ങനെ അമൃത അവിടെ നിന്നും പോയി വാതിലിൻ്റെ അവിടെ പോയി ചെവി കൂർപ്പിച്ച് വെച്ച് നിൽക്കുവാണ്. ആരെങ്കിലും വരുന്നുണ്ടോയെന്നോ അവരുടെ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാണ്. ഈ സമയം ശ്യാമയും പതിയെ മയക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. അത് കാണുന്നതും അമൃത ശ്യാമയുടെ അരികിലേക്ക് ഓടിച്ചെല്ലണേ. ശ്യാമേ ഏട്ടത്തി. അന്നേരം ശ്യാമയുടെ വാപത്തുവാ. പതിയെ ഒച്ചവെക്കല്ലേ. ഇവിടെ കുറച്ചു മുമ്പ് ചന്ദ്രശേഖരനും ആ ഡോക്ടറും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ.
നമ്മളെ കൊന്നുകളയാനാ ഷാമേ അവരുടെ തീരുമാനം. ഇന്ന് രാത്രി 10 മണിക്ക് ബെഞ്ചമിനും ആളുകളും ഇവിടെ എത്തും. അവർ നമ്മളിവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഇല്ലാതാക്കാനാ അവരുടെ തീരുമാനം. അയ്യോ ഏട്ടത്തി, നമ്മളിനി എന്തു ചെയ്യും? ഷാമേ, നമ്മൾ പതറിപ്പോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പറ്റില്ല. പക്ഷേ ഏട്ടത്തി, എങ്ങനെയെന്നൊന്നും അറിയില്ല. പക്ഷേ രാത്രി വരെ കാക്കാം. രാത്രി നമുക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായാൽ ആ സമയം നമ്മൾ പാഴാക്കാൻ പാടില്ല. നിനക്ക് നിൻ്റെ മോളുടെ അരികിൽ എത്തണ്ടേ ഷാമേ? രാധികയെ കാണണ്ടേ? അവളെ നീ ആഗ്രഹിച്ചതുപോലെ വലിയ ഉയരത്തിലെത്തിക്കണ്ടേ? അങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ്ടോ അമൃതയും ഷാമയുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് രാത്രി ബെഞ്ചമിനും കൂട്ടരും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നതാണ്. അങ്ങനെ ബെഞ്ചമിൻ ആളുകളെ പുറത്ത് നിർത്തിയിട്ട് ബെഞ്ചമിൻ നേരെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെല്ലുക. ആ ഡോക്ടറെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എല്ലാം റെഡിയാ. രണ്ടുപേരും ഇപ്പോൾ റൂമിൽ നല്ല മഴക്കത്തിലാണ്. എന്നാലും ഒരു ഇഞ്ചക്ഷനും കൂടി വെച്ചേക്കാം. അല്ല, എങ്ങോട്ടേക്ക് അവരെ കൊണ്ടുപോകാൻ പോകുന്നത്? ഇവിടെ അടുത്തുള്ള ഒരു നദിക്കരയുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് രണ്ടിനെയും തീർക്കാം. സൂക്ഷിച്ചു വേണം. കാര്യങ്ങളിൽ ഒരു പാളിച്ച ചെയ്യാൻ പറ്റാൻ പാടില്ല. എല്ലാം ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ ഏറ്റി ഡോക്ടറെ. ഈ സമയം നേഴ്സ് അങ്ങോട്ടേക്ക് വരുവാം. ആ സിസ്റ്ററെ, ആ ഷാമയുടെയും അമൃതയുടെയും റൂമിലേക്ക് ചെല്ലണം. അവർക്ക് ഒരു ഇഞ്ചക്ഷനും കൂടി കൊടുക്കണം. ഇപ്പോഴും നല്ല മയക്കത്തിലാണ്, എന്നാലും ഒരു ഇഞ്ചക്ഷനും കൂടി കൊടുത്തേക്കും. ഞങ്ങൾ പിന്നാലെ വന്നോളാം. അങ്ങനെ സിസ്റ്റർ ഷാമയുടെ അമൃതയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ബെഞ്ചമിനും ഡോക്ടറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ സിസ്റ്റർ വന്ന് സിറഞ്ചിൽ മരുന്നൊക്കെ കുത്തിവെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ സിസ്റ്റർ വന്നത് കാണുന്നതും അമൃത പതിയെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഷാമേനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പമ്മി സിസ്റ്ററിൻ്റെ ബാക്കിൽ പോയി നിന്ന് പുതപ്പ് കൊണ്ട് സിസ്റ്ററിൻ്റെ മുഖം മറക്കുകയും എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന സിറഞ്ചെടുത്ത് സിസ്റ്ററിൻ്റെ ദേഹത്ത് തന്നെ കുത്തിവെക്കുകയും ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ബോധം പറഞ്ഞ് സിസ്റ്റർ അവിടെ താഴത്ത് വീണ് കിടക്കുവാണ്. ഈ സമയം അമൃത ഷാമയും കൂട്ടിക്കൊണ്ട് പതിയെ ഒച്ചയുണ്ടാക്കാതെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയൊക്കെ പിന്നെ അമൃത ഡോറ് വഴി പുറത്തെത്തുന്നുണ്ട്. അങ്ങനെ പുറത്ത് അവിടെ ഒരു വണ്ടിയുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുക. ഇതേസമയം മുറ്റത്താണെങ്കിൽ ഒരു സെക്യൂരിറ്റിക്കാരനും കൂടി ഇരിക്കുന്നുണ്ടാവും. അന്നേരം അമൃത പറയണേ, ഷാമേ, എങ്ങനെയെങ്കിലും ആ സെക്യൂരിറ്റിക്കാരനെ കുറച്ച് നേരത്തേക്ക് അവിടെ നിന്ന് മാറ്റണം. എന്നാലേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ എന്താ ചെയ്യുക? ആ ഷാമ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ദാ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അമൃത കുറച്ചങ്ങോട്ട് നീങ്ങി അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് അവിടെ കൂടി പോകുന്ന പൈപ്പില്ലേ അത് കല്ലുകൊണ്ട് തല്ലി പൊട്ടിക്കുവാണ് കേട്ടോ. അങ്ങനെ ആ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് വന്ന് ലീക്കാകുവാണ്. ഈ സമയം വെള്ളം പോകുന്ന ഒച്ച കേട്ടിട്ട് സെക്യൂരിറ്റിക്കാരൻ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുവാണ്. അന്നേരം കിട്ടിയതൊക്കത്തിന് ഷാമയും അമൃതയും കൂടി വേഗം തന്നെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് കിടക്കുവാണ്. ഈ സമയം ഡോക്ടറും ബെഞ്ചമിൻ്റെ ആളുകളും കൂടി നേരെ ഷാമയും അമൃതയും കിടക്കുന്ന റൂമിലെത്തുവാണ് കേട്ടോ. അന്നേരം റൂമിലെത്തി നോക്കുന്നതും ബെഡിൽ അവരെ രണ്ടുപേരെയും കാണുന്നില്ല. അല്ല, അവരിതെവിടെ പോയി എന്നും പറഞ്ഞ് അവരുടെ ടെൻഷനിൽ അവിടെ എല്ലാം നോക്കുമ്പോഴായിരിക്കും ആ നേഴ്സ് താഴെ ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്നത്. അത് കാണുന്നതും ഡോക്ടർ പറയണേ, അവർ രക്ഷപ്പെട്ടു. നേഴ്സിനെ ഇവിടെ കുത്തിവെച്ചിട്ട് അവരിവിടെ നിന്നും കടന്നു കളഞ്ഞു. ബെഞ്ചമിൻ, ഡോക്ടറെ എന്തൊക്കെയാണ് പറയുന്നത്? അവർ രക്ഷപ്പെട്ടെന്നോ? അതെ. എന്താണെങ്കിലും ഈ നേഴ്സ് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാകുള്ളൂ. അതിനർത്ഥം അവർ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്ത് കടന്നിട്ടുണ്ടാവാനേ സാധ്യതയുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ബെഞ്ചമിനും കൂട്ടരും വേഗം തന്നെ ജീപ്പ് കൊടുത്ത് അവിടെ നിന്നും പുറപ്പെട്ടു പോകുവാണ്. അന്നേരം ഡോക്ടറാണെങ്കിൽ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ദേഷ്യത്തിലിരിക്കുവാണ് കേട്ടോ. ഈ സമയം അമൃതയും ഷാമയും കൂടി റോട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവർ കുറേ ദൂരം മുമ്പോട്ട് നടക്കുവാണ്. അന്നേരം ഷാമക്കാണെങ്കിൽ വല്ലാതെ തളരുക. ഏട്ടത്തി, എനിക്ക് തീരെ വയ്യ, എവിടെയെങ്കിലും ഇരുന്നാലോ? എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഷാമേ, കുറച്ച് ദൂരവും കൂടി നമുക്ക് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അവർ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അന്നേരം ഒരിക്കും ഒരു സ്ത്രീ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അവർക്കെതിരെ വരുന്നത് കാണുന്നത്. അന്നേരം അമൃതയും ഷാമയും കൂടി ആ സ്ത്രീയുടെ അരികിലേക്ക് എത്തുക. അതെ, ഞങ്ങളൊന്ന് സഹായിക്കണം, ആ ഫോണൊന്ന് തരുമോ? ഒരാളെ വിളിക്കാനായിട്ടാ. ഞങ്ങൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാണ്. അക്കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ഒന്ന് അറിയിക്കണം. ദയവേത് ആ ഫോണും തരുമോ? അങ്ങനെ ആ സ്ത്രീ അവരുടെ കയ്യിലുണ്ടായ ഫോൺ അവർക്ക് കൊടുക്കുവാണ്. ഈ സമയം അമൃത ഫോണിൽ രാധികേനെ വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക കോൾ എടുക്കുന്നുണ്ട്. അന്നേരം അവർ സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ബെഞ്ചമിനും കൂട്ടരും അവിടെ എത്തുകയും ആ ഫോൺ തട്ടിത്തെറിപ്പിച്ചിട്ട് ഷാമേനെയും അമൃതേനെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം രാധികയാണെങ്കിൽ ഫോൺ എടുത്ത് ഹലോ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഫോൺ കട്ടായി പോകുവാണ്. ഈ സമയം അവരെ തട്ടി മാറ്റി ഷാമ അമൃതയോടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബെഞ്ചമിൻ്റെ ആളുകളും കൂടി അവരെ ബലമായിട്ട് പിടിക്കുവാണ്. കയ്യിൽ വടിവാളും വാക്കത്തിയൊക്കെ പിടിച്ച് അവരവരെ കൊല്ലാനായിട്ട് നിൽക്കുവാണ്. ഈ സമയം ചന്ദ്രശേഖരനും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബെഞ്ചമിൻ്റെ കൂട്ടാളിയുടെ കയ്യിൽ നിന്ന് ചന്ദ്രശേഖരൻ വാക്കത്തി വാങ്ങുവാണ്.
ഈ സമയം ശ്യാമയും കൂട്ടി ബെഞ്ചമിനും കൂട്ടരും ജീപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോകുക. അന്നേരം ശ്യാമയാണെങ്കിൽ ഏട്ടത്തിന്ന് വിളിച്ച് അമൃതയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അമൃതയും ശ്യാമയെന്ന് വിളിച്ച് കരയുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ അമൃതയുടെ കഴുത്തിലിട്ട് തന്നെ ഒറ്റ വെട്ടുവാണ്. അങ്ങനെ കഴുത്തിൽ മുറിവേറ്റ് ചോരയും വാർന്ന് ആ റോട്ടിൽ തന്നെ കിടക്കുവാണ് കേട്ടോ അമൃത. ഈ സമയം ആ കാഴ്ച കണ്ട് സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുവാണ് ശ്യാമയും. ശ്യാമേനെ അങ്ങനെ ചന്ദ്രശേഖരനും ബെഞ്ചമിനും ഒക്കെ ചേർന്ന് ജീപ്പിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുവാണ്. ചന്ദ്രശേഖരും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ആ റോട്ടിൽ രക്തത്തിൽ കുളിച്ച് കഴുത്തിൽ വെട്ടും കിട്ടി കരഞ്ഞുകൊണ്ട് കിടക്കുവാണ് കേട്ടോ അമൃത. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ ദേവനും യശോദയും ഉറങ്ങുമായിരിക്കും. പെട്ടെന്ന് മുറ്റത്ത് നിന്ന് എന്തോ ഒരു ഞരക്കൊക്കെ കേട്ട് ദേവൻ എഴുന്നേക്കുവാണ്. യശോദയും എഴുന്നേക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ മുറ്റത്ത് അമൃതേനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അവർക്ക് ആളെ മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കഴുത്തിൽ വെട്ടേറ്റ് രക്തത്തിൽ കൊഴിച്ച് കിടക്കുന്ന അമൃതേനെയാണ്. ആ കാഴ്ച കണ്ട് യശോദയാണെങ്കിൽ അലറി വിളിക്കുക. ഈ സമയം രാധികയും വരുണും ജയഭാരതി അമ്മയും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരിക. അങ്ങനെ അമൃതയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവരെല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ. അമൃതേനെ തൻ്റെ മടിയിലേക്ക് താങ്ങിക്കെടുത്തു രാധിക. വല്യമ്മേ എന്താ പറ്റിയത് വല്യമ്മേ എന്ന് പറഞ്ഞ ടെൻഷനിൽ രാധിക അമൃതയോട് കാര്യം തിരക്കുവാണ്. ഈ സമയം അമൃതക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അമൃത പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല മോളെ. ബെഞ്ചമിൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ശ്യാമേനെ അവർ കൊണ്ടുപോയി. എനിക്ക് ശ്യാമയെ രക്ഷിക്കാനായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അമൃത. അങ്ങനെ അമൃതയുടെ ഈ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ ചങ്കുപൊട്ടി കരയുവാണ് രാധികയും വരുണും ഒക്കെയും. ഈ സമയം മുത്തശ്ശിയും അവരെല്ലാവരും ടെൻഷനിൽ നിൽക്കുക. വല്യമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട മോളെ എന്ന് പറഞ്ഞ് വെള്ളം എന്ന് കാണിക്കുവാണ്. അന്നേരം യശോദയ്ക്ക് അടുക്കളയിൽ പോയി ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഈ സമയം രാധിക അമൃതക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം വരുണിനോട് രാധിക പറയണേ, വരുൺ വേഗം വണ്ടി എടുക്ക്, നമുക്ക് വല്യമ്മയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. അന്നേരം അമൃതയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് രാധികയുടെ കവിളുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരുമ്മ കൊടുക്കുവാണ്. ആ സമയം തന്നെ അമൃതയുടെ ജീവൻ വെടിയുവാണ് കേട്ടോ. അമൃത മരണപ്പെട്ടു പോകുവാണ്. അങ്ങനെ ചലനമില്ലാതെ അമൃത കിടക്കുന്നത് കാണുന്നതും വരുണാണെങ്കിൽ അമൃതയുടെ കയ്യിലൊക്കെ പിടിച്ച് നോക്കി മരണം ഉറപ്പിക്കുവാണ്. അന്നേരം അമൃതയുടെ ബോഡിയും കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ രാധിക. അങ്ങനെ എല്ലാവരും ഒത്തിരി വിഷമത്തോടെ സങ്കടത്തോടെ ആകെ തകർന്നു നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ബെഞ്ചമിൻ്റെ കൂട്ടാളിയായ രാഹുൽ അമൃതയെ വെട്ടിയേറ്റ് കൊടുത്തിയ സ്ഥലമുണ്ടല്ലോ അവിടെ വന്ന് നോക്കുവാണ്. ഈ സമയം അവിടെ ആ ഒരു ഭാഗത്ത് അമൃതയുടെ ബ്ലഡൊക്കെ കിടക്കുന്നത് കാണാം. എന്നാൽ അമൃതയുടെ ബോഡി കാണുന്നില്ല. അയാൾ അങ്ങനെ ടെൻഷനായിട്ട് ആ ഒരു ഭാഗത്തെല്ലാം സെർച്ച് ചെയ്ത് നോക്കുവാണ്. ആ ഒരു ഏരിയ ഫുള്ളും എല്ലാ സ്ഥലത്തും അരിച്ചു പെറുക്കി നോക്കുവാണല്ലോ. അവിടെയെങ്ങും അമൃതയുടെ ബോഡി ഇല്ലാന്ന് കണ്ട് അയാൾ പേടിച്ചു പോകുവാണ്. അയാൾ ഉടനെ തന്നെ ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുക. ഈ സമയം സാറേയും ചന്ദ്രശേഖരൻ്റെ റൂമിലുണ്ടാവും. അന്നേരം ചന്ദ്രശേഖരൻ കോൾ വരുന്നത് കാണുന്നതും പറയുക, ആ രാഹുലാണ് വിളിക്കുന്നത്. എന്തായി, അവളുടെ ബോഡി ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയോ? സാറേ, ഞാൻ ബോഡി മാറ്റാൻ വന്നതാ. എന്നാൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ ബോഡി ഇവിടെയെങ്ങും കാണുന്നില്ല. എന്ത്, ബോഡി കാണുന്നില്ലെന്നോ? അങ്ങനെ പറഞ്ഞ ടെൻഷനോട് നിൽക്കുന്ന ചന്ദ്രശേഖരനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്